ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം. സഭാപ്രാസംഗകൻ 11-ാം അധ്യായം. കർത്താവ് പറയുന്നു, വിവേകപൂർവം പ്രവർത്തിക്കുക. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക. പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും. 7 8 കാര്യങ്ങളിൽ ധനം മുടക്കുക. ഭൂമിയിൽ എന്തു തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്കു ചൊരിയുന്നു. തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്തു തന്നെ കിടക്കും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെ എന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവർത്തികളും നീ അറിയുന്നില്ല. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാകുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം സുഗന്ധമാണ്, സൂര്യനെ നോക്കുന്നത് കണ്ണിനു നല്ലതാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. എന്നാൽ അന്ധകാലത്തിൻ്റെ ദിനങ്ങൾ നിരവധി ആയിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ. വരുന്നതെല്ലാം മിഥ്യയാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.